ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ പോപ്കോണുമായിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പോപ്കോൺ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണല്ലോ. ഇത് ചിക്കൻ വെച്ചിട്ട് സിമ്പിളായിട്ട് പോപ്കോൺ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലില്ലാത്ത ചിക്കന് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അതിൽ കുരുമുളകും ഉപ്പും, ഒരു ടീസ്പൂൺ കുരുമുളകും കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. പിന്നെ സോയാ സോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർക്കാം. ഞാനത് ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് മസാല തേച്ചിട്ട് കുറച്ച് നേരം നമുക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ അടുത്ത ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മൈദയാണ്. മൈദയും അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു അര ടീസ്പൂൺ തന്നെ മുളക് പൊടി, ഉപ്പും ഞാൻ ഒരു 2 ടീസ്പൂണ് കോൺഫ്ലവറും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഇതിൽ നമുക്ക് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിക്കൻ പീസുകൾ എടുത്തിട്ട് നമ്മൾ ഈ മൈദയിലിട്ടിട്ട് കോട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നോ അങ്ങനെ ഒരുമിച്ചോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് കോട്ട് ചെയ്യാം. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യുക. അത് ഒരു പ്രാവശ്യം കൂടി കോട്ട് ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാതും കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി കോട്ട് ചെയ്യുക. ഇത് അങ്ങനെ ചെയ്യുക. ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ മുക്കുക, വീണ്ടും കോട്ട് ചെയ്യുക. അങ്ങനെ മുഴുവനും ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടാമതും ഇതാ കോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാതും കോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം മൊത്തം കോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്താൽ മതി. പിന്നെ അടുത്തത് നമുക്ക് ഫ്രൈ ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ ഇതാ ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ബിസ്മില്ലാ. ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഒന്നും പോയിട്ടൊന്നുമില്ല, നല്ല കോട്ടിങ്ങോടെ തന്നെ ഇരിക്കണം. മറിച്ചിടുമ്പോൾ തന്നെ നല്ല ക്രിസ്പിയാണ്. ഞാനത് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് നോക്കാം. എങ്ങനെയാണ് ടേസ്റ്റ് എന്താണെന്നുള്ളത്. റെഡി ആവട്ടെ. അപ്പം അതാ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി ഫ്രൈ ചെയ്തിട്ടെടുക്കട്ടെ. ചൂടുള്ള സാധനങ്ങൾ നമ്മൾ ഇടുമ്പോൾ
പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്കും ഫൈബറിൻ്റെ പാത്രത്തിലേക്കും ഒന്നും ഇടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ കാണാൻ നല്ല ഭംഗിക്കും രസത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. നല്ല ഭംഗിയുള്ള ഫൈബറിൻ്റെ പാത്രത്തിലോ അതല്ലെങ്കിൽ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ചൂടുള്ള സാധനങ്ങൾ നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയിട്ട് നമ്മൾ ഇടും. അപ്പോൾ എന്ത് ചെയ്യുക, അത് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വീഡിയോസിന് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മളെ മക്കൾക്കും നമ്മളും ഒക്കെ കഴിക്കാനും കൂടി വേണ്ടിയിട്ടല്ല. അപ്പോൾ നമ്മളെ ആരോഗ്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ പോപ്കോൺ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. നല്ല ചൂടാണ്, ഉണ്ടോ? അപ്പോൾ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കുക. മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട് മീ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.